നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അവർ എത്തുന്ന 7ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററിൻ്റെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ട് വീഡിയോ ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എർത്ത്സ് അറ്റ്മോസ്ഫിയർ, ഭൂമിയുടെ അന്തരീക്ഷം. ഹൗ ഡിഡ് ദ എർത്ത് ആൻഡ് ഇറ്റ്സ് അറ്റ്മോസ്ഫിയർ ട്രാൻസ്ഫോം ഇൻ ദ വേ ഓർഗാനിസംസ് കുഡ് സർവൈവ്? എങ്ങനെയാണ് ഭൂമിയും അതിൻ്റെ അന്തരീക്ഷവും ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുന്ന രീതിയിൽ മാറിയത്, ട്രാൻസ്ഫോം ആയത്? ദ എർത്ത് വിച്ച് വാസ് ഇൻ മോൾട്ടൺ ഹോട്ട് സ്റ്റേറ്റ് അറ്റ് ദ ടൈം ഓഫ് ഒറിജിൻ slowly cooled over in billions of years. This process released the gases inside the earth. അതായത് ഈ ഒറിജിനായ സമയത്ത്, അതായത് ഭൂമി ഉത്ഭവിച്ച സമയത്ത് എർത്ത് എന്ന് പറയുന്നത് ഒരു മോൾട്ടൺ സ്റ്റേറ്റിലായിരുന്നു. മോൾട്ടൺ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നല്ല ഉരുകിയ അവസ്ഥയിൽ, അല്ലെങ്കിൽ ചുട്ടുപൊള്ളുന്ന തരത്തിൽ ഭയങ്കര ചൂടായിട്ടുള്ളൊരവസ്ഥയിലായിരുന്നു ഭൂമി. സ്ലോലി കൂൾഡ് ഓവർ ഇൻ ബില്യൺസ് ഓഫ് ഇയേഴ്സ്. എന്നിട്ട് എന്ത് ചെയ്തു? സ്ലോലി, വളരെ സാവധാനം, കൂൾഡ്, തണുത്തു. എങ്ങനെ? ഓവർ ഇൻ ബില്യൺസ് ഓഫ് ഇയേഴ്സ്. എത്ര വർഷങ്ങളെടുത്താണ്? ബില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്ത് ഇത് പതുക്കെ തണുത്തു. ദിസ് പ്രോസസ് റിലീസ്ഡ് ദ ഗ്യാസസ് ഇൻസൈഡ് ദ എർത്ത്. ഈ പ്രോസസ്സിൽ, ഇത് തണുക്കുന്ന ആ ഒരു പ്രോസസ്സ് നടന്ന സമയത്ത് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഒരുപാട് ഗ്യാസിനെ പുറത്തേക്ക് വന്നു. ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഒരുപാട് ഗ്യാസ് പുറത്തേക്ക് വന്നു. ഇത് തണുത്ത ആ സമയത്ത്, ഭൂമി തണുത്തുകൊണ്ടിരിക്കുകയാണല്ലോ ആ സമയത്ത്. Eventually, an air cover containing many gases was formed around the earth. Eventually, ക്രമേണ an air cover, ഒരു എയർ കവർ എന്ന് വെച്ചാൽ വായുവിൻ്റെ ആവരണം, കണ്ടെയ്നിങ് മെനി ഗ്യാസസ്, ഒരുപാട് വാതകങ്ങൾ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു വായുവിൻ്റെ ആവരണം ഭൂമിയുടെ ചുറ്റും, അറൗണ്ട് ദ എർത്ത്, ഭൂമിയുടെ ചുറ്റും ഉണ്ടായി, ഫോം ചെയ്തു. ദിസ് ഗേഷ്യസ് ബ്ലാങ്കറ്റ് ദാറ്റ് കവേഴ്സ് ദ എർത്ത് ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫിയർ. ഇങ്ങനെയുള്ള ഒരു വാതക പുതപ്പ്, ഗേഷ്യസ് ബ്ലാങ്കറ്റ് എന്ന് വെച്ചാൽ വാതകങ്ങൾ കൊണ്ടുള്ള പുതപ്പ്, ദാറ്റ് കവേഴ്സ് ദ എർത്ത്, എർത്തിനെ കവർ ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു ഗേഷ്യസ് ബ്ലാങ്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. വിത്ത് ദ ഒറിജിൻ ഓഫ് പ്ലാന്റ്സ്, പിന്നെ പ്ലാന്റ്സ്, ദ അറ്റ്മോസ്ഫിയർ ബിക്കം റിച്ച് ഇൻ ഓക്സിജൻ ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ്. ഈ പ്ലാന്റ്സിൻ്റെ വരവോടുകൂടി, പ്ലാന്റ്സിൻ്റെ ഒറിജിനോട് കൂടി ഈ അറ്റ്മോസ്ഫിയർ ഓക്സിജനാൽ സമ്പന്നമായി, റിച്ച് ഇൻ ഓക്സിജനാൽ സമ്പന്നമായി. ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ്. എന്ത് വഴിയാണ്? ഫോട്ടോസിന്തസിസ് വഴി ഈ പറയുന്ന ചെടികൾ, പ്ലാന്റ്സ് ഒക്കെ വന്നതോടുകൂടി ഓക്സിജനാൽ റിച്ചായി നമ്മുടെ ഈ ഭൗമോപരിതലം. മനസ്സിലായല്ലോ? അടുത്ത പാരഗ്രാഫ് നോക്കിയോളൂ. നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എക്സെട്ര ആർ ദ മേജർ ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള പ്രധാനപ്പെട്ട ഗ്യാസസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ഒക്കെയാണ്. അപ്പാർട്ട് ഫ്രം ദീസ് ദർ ആർ അതർ ഗ്യാസസ്. ഇത് കൂടാതെ വേറെ ഗ്യാസസ് ഒക്കെ ഉണ്ട്. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, പൊടിപടലങ്ങളുണ്ട്. ആൻഡ് വാട്ടർ മോളിക്യൂൾസ്, നമ്മുടെ ജലാംശം ഉണ്ട്. Let us see the various gases present in the atmosphere and their composition. നമുക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള പലതരത്തിലുള്ള ഗ്യാസും അവയുടെ കോമ്പോസിഷൻ, അവയുടെ അളവ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നോക്കാം. നോക്കിക്കോളൂ. കോമ്പോസിഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിൽ ഓരോ ഗ്യാസസും എത്ര ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ദ പ്രസൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ ഈസ് ദെയർ അപ് ടു ആൻ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് അബൌട്ട് 10,000 kilometers ഫ്രം ദ എർത്ത് സർഫസ്. എർത്തിൻ്റെ സർഫസിൽ നിന്ന്, നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 10,000 കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്നാണ് പറയുന്നത്. ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഉയരം. അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് 10,000 കിലോമീറ്റർ ഉയരത്തിൽ വരെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ സാന്നിധ്യമുണ്ട്. ബട്ട് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 97% ഓഫ് ടോട്ടൽ അറ്റ്മോസ്ഫെറിക് air exists up to an altitude of about 29 kilometers above the earth's surface. But it is estimated. പക്ഷേ ഇത് കണക്കാക്കപ്പെടുന്നു. എന്ത് കണക്കാക്കപ്പെടുന്നു? ദാറ്റ് 97% ഓഫ് ടോട്ടൽ അറ്റ്മോസ്ഫെറിക് എയർ, നമ്മുടെ അറ്റ്മോസ്ഫെറിക് എയറിൻ്റെ, അന്തരീക്ഷ വായുവിൻ്റെ 97% എക്സിസ്റ്റ് ചെയ്യുന്നത് ആൾട്ടിറ്റ്യൂഡ് ഓഫ് അബൌട്ട് 29 കിലോമീറ്റർ, 29, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 29 കിലോമീറ്റർ വരെയുള്ള ഉയരത്തിലാണ് 97% അന്തരീക്ഷം, അതായത് എയറൊക്കെ കാണപ്പെടുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതുള്ളത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആസ് ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഉയരം കൂടുമ്പോൾ, ദ എമൗണ്ട് ഓഫ് ഗ്യാസസ് ഡിക്രീസസ്, ഗ്യാസിൻ്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്നു, കുറയുന്നു. മനസ്സിലായല്ലോ?
അതായത് നമ്മുടെ ഭൂമിയിൽ നിന്ന് 10,000 ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 10,000 ഉയരം വരെ ആണ് ഈ അന്തരീക്ഷം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ അന്തരീക്ഷ വായുവിലുള്ള ഇതുണ്ടല്ലോ, കുറേ ഗ്യാസസ് ഉണ്ടല്ലോ, ഈ ഗ്യാസസിൻ്റെയൊക്കെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു 29 കിലോമീറ്റർ വരെയാണ്. 29 കിലോമീറ്റർ വരെ ഗ്യാസസ് 97% ഗ്യാസസും ഉള്ളൂ. അതിൻ്റെ മുകളിലോട്ടും കുറച്ച് ഗ്യാസസ് ഉണ്ട്. പക്ഷേ 29 കിലോമീറ്റർ വരെയാണ് 97% അന്തരീക്ഷ വായുവൊക്കെ കാണപ്പെടുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഉയരം കൂടുന്തോറും ഈ ഗ്യാസസിൻ്റെയൊക്കെ എമൗണ്ട് കുറഞ്ഞു വരുന്നു. അതുകൊണ്ടാണ്. മനസ്സിലായല്ലോ? അടുത്തത് ഓക്സിജൻ, ദ ലൈഫ് ഗിവിംഗ് ഗ്യാസ് ഫോർ ഹ്യൂമൻസ് ആൻഡ് അതർ ലിവിംഗ് തിങ്സ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ദാറ്റ് ഹെൽപ്സ് ദ സർവൈവൽ ഓഫ് പ്ലാന്റ്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ. ദീസ് ടു ഗ്യാസസ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ സസ്റ്റൈനിങ് ലൈഫ് ഓൺ എർത്ത്. ഓക്സിജനാണ് ദ ലൈഫ് ഗിവിംഗ് ഗ്യാസ്. നമുക്ക് ജീവൻ തരുന്ന അല്ലെങ്കിൽ ജീവവായു തരുന്ന ഒരു എലമെൻ്റ് ആണ് എന്ന് പറയുന്നത് ഓക്സിജൻ എന്ന് പറയുന്നത്. നമുക്ക് ഹ്യൂമൻസിനും മറ്റ് ജീവികൾക്കും, ലിവിങ് തിങ്സിനും, ജീവനുള്ള മറ്റുള്ള ജീവികൾക്കും ഹ്യൂമൻസിനും ഒക്കെ ലൈഫ് ഗിവിംഗ് ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജനാണ്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ദാറ്റ് ഹെൽപ്സ് ദ സർവൈവൽ ഓഫ് പ്ലാന്റ്സിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ. ഈ രണ്ട് ഗ്യാസസ്, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും നമുക്ക് കിട്ടുന്നത് അറ്റ്മോസ്ഫിയറിൽ നിന്നാണ്. ദീസ് ടു ഗ്യാസസ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ സസ്റ്റൈനിങ് ലൈഫ് ഓൺ എർത്ത്. നമ്മുടെ എർത്തിലുള്ള, നമ്മുടെ ഭൂമിയിലുള്ള ജീവൻ നിലനിർത്തുന്നതിൽ ഈ രണ്ട് ഗ്യാസും വളരെ വലിയ പങ്ക് വഹിക്കുന്നു. പിന്നെ നമുക്കിനി അന്തരീക്ഷത്തിൽ ബാക്കി എന്തൊക്കെ വാതകങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് എത്രത്തോളം ഇതിൻ്റെയൊക്കെ അളവുണ്ട്, ഏതൊക്കെ ഗ്യാസസ് ആണ് ഉള്ളത് എന്നുള്ള കാര്യമാണ് ഇവിടെ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അറ്റ്മോസ്ഫെറിക് ഗ്യാസസ്, അന്തരീക്ഷ വാതകങ്ങൾ ഏതൊക്കെയാണ്? നൈട്രജൻ, ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ ആണ്. എത്ര പെർസെൻറ്റേജ് ഉണ്ട്? ആ ഗ്രീൻ കളറിൽ കിടക്കുന്നതാണ് നൈട്രജൻ്റെ പോർഷൻ. നമ്മുടെ അന്തരീക്ഷത്തിലെ നൈട്രജൻ ഒരുപാടുണ്ട്. എത്രയാണ്? 78% നൈട്രജൻ. ദെൻ 21 ആ ബ്ലൂ കളറിൽ കൊടുക്കുന്നതാണ് നമ്മുടെ ഓക്സിജൻ. ഓക്സിജൻ എത്ര പെർസെൻറ്റേജ് ആണ്? 21%. അപ്പം നൈട്രജൻ 78%. ഈ വാല്യൂ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നൈട്രജൻ 78% ഉണ്ട്, ഓക്സിജൻ 21% ഉണ്ട്. പിന്നെ ആ റെഡ് കളറിൽ വളരെ ചെറിയ നാരോ ട്യൂബായിട്ട് കിടക്കുന്നില്ലേ, അതാണ് ബാക്കി എല്ലാ ഗ്യാസസും കൂടി ഉള്ളത്. 1%, ബാക്കി എല്ലാം കൂടി മൊത്തം 100 എടുത്താൽ 78ഉം 21 കൂട്ടിയൊക്കെ എത്ര കിട്ടും? 99%. ആ 99% കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 1%. ഈ 1% എന്തൊക്കെയാണുള്ളത്? ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സെനോൺ, ഹൈഡ്രജൻ, ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആർഗൺ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നിയോൺ ഉണ്ട്, ഹീലിയം ഉണ്ട്, ക്രിപ്റ്റോൺ ഉണ്ട്, സെനൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉള്ള വാതകം ഗ്യാസ് എന്ന് പറയുന്നത് നൈട്രജൻ ആണ്, സെക്കൻഡ് ഓക്സിജൻ ആണ്, തേർഡ് ആർഗൺ, ഫോർത്ത് വൺ കാർബൺ ഡൈ ഓക്സൈഡ്, ഫിഫ്ത്ത് വൺ നിയോൺ. ബാക്കിയൊന്നും വേണ്ട, കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് നൈട്രജൻ, സെക്കൻഡ് ഓക്സിജൻ, നൈട്രജൻ 78%, ഓക്സിജൻ 21%, പിന്നെ ആർഗൺ, പിന്നെ മൂന്നാമത് ആർഗൺ, നാലാമത് കാർബൺ ഡൈ ഓക്സൈഡ്, അഞ്ചാമത് നിയോൺ. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വിച്ച് ഇസ് ദ മോസ്റ്റ് അബൻഡന്റ് ഗ്യാസ് പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് ഏതാണ് ഇവിടെ? മനസ്സിലായോ ഏതാണെന്ന്? നൈട്രജൻ അല്ലേ? നൈട്രജൻ നിങ്ങൾക്ക് അറിയാലോ, അത് നൈട്രജൻ ആണെന്ന്. നമ്മൾ ആ ഫിഗർ നോക്കിയപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായി. അടുത്തത്, വാട്ട് ഇസ് ദ കമ്പൈൻഡ് പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ ടു ദ ടോട്ടൽ അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻ? നമ്മുടെ നൈട്രജനും ഓക്സിജനും കൂടി ആകെ അറ്റ്മോസ്ഫിയറിൽ എത്ര ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്രയുണ്ട്? നൈട്രജനും ഓക്സിജനും കൂടി ഞാൻ പറഞ്ഞു 78 + 21, 78% നൈട്രജന്, 21% ഓക്സിജൻ, രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 99%. അപ്പോൾ അവിടെ എന്താണ് ആൻസർ? 99%. ഓക്കെ ആണല്ലോ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ ഫ്രം ദ എർത്ത് സർഫസ് ഹീറ്റഡ് ബൈ ദ സൺ ആൻഡ് റീച്ചസ് ദ അറ്റ്മോസ്ഫിയർ ആസ് വേപ്പർ ഈസ് കാൾഡ് ഇവാപ്രേഷൻ. അതായത് എന്താണ് ഇവാപ്രേഷൻ? ഇവാപ്രേഷൻ എന്ന് വെച്ചാൽ ബാഷ്പീകരണം.
ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ ഫ്രം ദ എർത്ത് സർഫസ്, ഭൂമിയുടെ സർഫസിലുള്ള വാട്ടർ ഹീറ്റഡ് ബൈ ദ സൺ, സൂര്യൻ്റെ ചൂടേറ്റ് ആൻഡ് റീച്ചസ് ദ അറ്റ്മോസ്ഫിയർ, എവിടെ എത്തുന്നു? അറ്റ്മോസ്ഫിയറിൽ എത്തുന്നു, അന്തരീക്ഷത്തിലെത്തുന്നു. എന്തായിട്ട് എത്തുന്നു? ആസ് വേപ്പറായിട്ട് അല്ലെങ്കിൽ നീരാവിയായിട്ട് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇവാപ്രേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇവാപ്രേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ദ പ്രസൻസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് ഓൺലി അപ് ടു 90 കിലോമീറ്റർ ഫ്രം ദ എർത്ത് സർഫസ്. എർത്തിൻ്റെ സർഫസിൽ നിന്ന് 90 കിലോമീറ്റർ ഉയരം വരെ മാത്രമേ എന്തിൻ്റെ സാന്നിധ്യമുള്ളൂ? വാട്ടർ വേപ്പറിൻ്റെ സാന്നിധ്യമുള്ളൂ, ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളൂ. അപ്പോൾ ഭൂമിയുടെ സർഫസിൽ നിന്ന് 90 കിലോമീറ്റർ ഉയരം വരെ മാത്രമേ എന്തിൻ്റെ ഇതുള്ളൂ? വാട്ടർ വേപ്പറിൻ്റെ സാന്നിധ്യം ഉള്ളൂ. Then, apart from gases and water molecules, dust particles are also part of the atmosphere. ഈ ഗ്യാസും വാട്ടർ മോളിക്യൂൾസും ഡസ്റ്റ് പാർട്ടിക്കിൾസും ഒക്കെ അറ്റ്മോസ്ഫിയറിലുള്ളതാണ്, അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗ്യാസ് ഉണ്ട്, വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ഇത് രണ്ടും കൂടാതെ, ഗ്യാസും വാട്ടർ മോളിക്യൂൾസും കൂടാതെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പൊടിപടലങ്ങൾ, ഇതും അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ്. Dust particles are usually found in the atmosphere near the earth surface. എർത്തിൻ്റെ സർഫസിനോട് ചേർന്ന ഭാഗത്ത് അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന ഭാഗങ്ങളിലാണ് സാധാരണയായിട്ട് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് കാണപ്പെടുന്നത്. വാട്ടർ വേപ്പർ കണ്ടൻസസ് അറൌണ്ട് ദ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ടു ഫോം ക്ലൗഡ്സ്. ഈ വാട്ടർ വേപ്പർ ഉണ്ടല്ലോ, അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന ഈ വാട്ടർ വേപ്പർ ഡസ്റ്റ് പാർട്ടിക്കിൾസിന് ചുറ്റും, അറൌണ്ട് ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, വളരെ നേർത്ത ഡസ്റ്റ് പാർട്ടിക്കിൾസിന് ചുറ്റും കണ്ടൻസ് ചെയ്യുന്നു. കണ്ടൻസ് ചെയ്യാന്ന് വെച്ചാൽ ഘനീഭവിക്കുക എന്ന് വെച്ചാൽ തണുക്കുന്നു. വാട്ടർ വേപ്പർ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിന് ചുറ്റും ഇങ്ങനെ കണ്ടൻസ് ചെയ്യുന്നു. അങ്ങനെയാണ് ടു ഫോം ക്ലൗഡ്സ്. അങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുന്നത്? ക്ലൗഡ്സ് ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള, എർത്തിൻ്റെ സർഫസിൽ നിന്നുള്ള വാട്ടർ വേപ്പർ അന്തരീക്ഷത്തിലെത്തുന്നു. അന്തരീക്ഷത്തിലെ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ ചുറ്റും ഇതെന്ത് ചെയ്യുന്നു? കണ്ടൻസ് ചെയ്യുന്നു. കണ്ടൻസ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ക്ലൗഡ്സ് ഫോം ചെയ്യുന്നത്. Hence, these fine dust particles in the atmosphere are called hygroscopic nuclei. അതുകൊണ്ട് ഈ വളരെ ഫൈനായിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ അല്ലെങ്കിൽ ഘനീകരണ മർമ്മങ്ങൾ. ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ അല്ലെങ്കിൽ ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. ഇനി ലെറ്റ് സീ ഹൗ ഡസ്റ്റ് പാർട്ടിക്കിൾസ് റീച്ച് ദ അറ്റ്മോസ്ഫിയർ. എങ്ങനെയൊക്കെയാണ് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അന്തരീക്ഷത്തിൽ, അറ്റ്മോസ്ഫിയറിൽ എത്തിച്ചേരുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ലിഫ്റ്റഡ് ഫ്രം ദ എർത്ത് ബൈ വിൻഡ്. കാറ്റടിക്കുമല്ലോ, കാറ്റടിക്കുമ്പോൾ അന്തരീക്ഷത്തിലോട്ട് പൊടിപടലം വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ലിഫ്റ്റഡ് ഫ്രം ദ എർത്ത്, എർത്തിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എർത്തിൽ നിന്ന് ഉയർത്തപ്പെടുന്നു. എങ്ങനെ? ബൈ വിൻഡിൻ്റെ, കാറ്റിലൂടെ എർത്തിൽ നിന്ന് ഉയർത്തപ്പെടുന്നത്. അതാണ് ഒന്നാമത്തത്, ലിഫ്റ്റഡ് ഫ്രം ദ എർത്ത് ബൈ വിൻഡ്. അടുത്തത് രണ്ടാമത്തത്, കമ്മിങ് ഔട്ട് ഡ്യൂറിങ് വോൾക്കാനിക് ഇറപ്ഷൻസ്. വോൾക്കാനിക് ഇറപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്? അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അല്ലേ? അപ്പോൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നവ. അടുത്ത മൂന്നാമത്തത്, ആഷ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ബേണിംഗ് ഓഫ് മെറ്റിയോസ്. മെറ്റിയോസ് എന്ന് വെച്ചാൽ എന്തുവാണ്? ഉൽക്കകൾ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതായത് വലിയ പാറക്കഷ്ണങ്ങളൊക്കെയാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉൽക്കകൾ കത്തുന്നതിലൂടെ, ഉൽക്കകൾ നമ്മുടെ അന്തരീക്ഷത്തിലോട്ട് എത്തിച്ചേരാറുണ്ട്, ഭൂമിയുടെ അന്തരീക്ഷത്തിലോട്ട് എത്തിച്ചേരാറുണ്ട്. സ്പേസിൽ നിന്നൊക്കെ വരുന്നതാണ് ഈ ഉൽക്കകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അന്തരീക്ഷത്തിലോട്ട് എത്തിച്ചേരുമ്പോൾ അവിടെ വെച്ച് ഇത് കത്തിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ കത്തിപ്പോകുമ്പോൾ അവിടെ കുറച്ച് പൊടികളൊക്കെ വരൂലേ, ചാരം ഉണ്ടാവില്ലേ? ആ ചാരത്തിനെയാണ് ഇവിടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആഷ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആഷ് എന്ന് വെച്ചാൽ ചാരം പ്രൊഡ്യൂസ് ചെയ്യുന്നു ഡ്യൂറിങ് ബേണിംഗ് ഓഫ് മെറ്റിയോസ്. ഈ മെറ്റിയോസ് ബേൺ ചെയ്യുമ്പോൾ, കത്തുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാരങ്ങൾ. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് എഴുതാം? ബൈ ബ്രേക്കിംഗ് റോക്സ് ഉണ്ടല്ലോ, നമ്മുടെ പാറക്കഷ്ണങ്ങൾ നമ്മൾ ബ്രേക്ക് ചെയ്യുക, പൊട്ടിക്കുമ്പോൾ അവിടെ പൊടിപടലങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോൾ ബൈ ബ്രേക്കിംഗ് റോക്സ്, പാറകൾ പൊട്ടിക്കുന്നതിലൂടെ അങ്ങനെയും പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ എത്താറുണ്ട്. അപ്പോൾ ഇവിടെ എഴുതി ചേർക്കാനുള്ളത് ബൈ ബ്രേക്കിംഗ് റോക്സ്. ഇനി സി ഹൗ അറ്റ്മോസ്ഫിയർ ഹെൽപ്സ് ഇൻ ദ സർവൈവൽ ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നമ്മുടെ അറ്റ്മോസ്ഫിയർ എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു, അതാണ് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ് ആൻസർ? കോസസ് അറ്റ്മോസ്ഫെറിക് ഫിനോമിന. കാലാവസ്ഥാ പ്രതിഭാസം. അറ്റ്മോസ്ഫെറിക് ഫിനോമിന എന്ന് വെച്ചാൽ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു.
കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്ന ആരാണ്? അറ്റ്മോസ്ഫിയർ ആണ്, അന്തരീക്ഷമാണ്. രണ്ടാമത്തത് പ്രൊട്ടക്ട്സ് ഫ്രം ഹാംഫുൾ സൺറൈസ്, നമ്മുടെ ഹാനികരമായ നമ്മുടെ സൺറൈസ് സൂര്യരശ്മികളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. ആര്? അറ്റ്മോസ്ഫിയർ. അപ്പോൾ 2 എണ്ണമായി. ഇനി ഒരെണ്ണം കൂടെ നമ്മളിവിടെ എഴുതി ചേർക്കണം. നമുക്ക് എന്താ എഴുതാം? അടുത്ത മൂന്നാമത്തത് ആഷ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ബേണിംഗ് ഓഫ് മെറ്റിയോസ്. മെറ്റിയോസ് എന്ന് വെച്ചാൽ എന്തുവാണ്? ഉൽക്കകൾ. ഉൽക്കകൾ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതായത് വലിയ പാറക്കഷ്ണങ്ങളൊക്കെയാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉൽക്കകൾ കത്തുന്നതിലൂടെ, ഉൽക്കകൾ നമ്മുടെ അന്തരീക്ഷത്തിലോട്ട് എത്തിച്ചേരാറുണ്ട്, ഭൂമിയുടെ അന്തരീക്ഷത്തിലോട്ട് എത്തിച്ചേരാറുണ്ട്. സ്പേസിൽ നിന്നൊക്കെ വരുന്നതാണ് ഈ ഉൽക്കകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അന്തരീക്ഷത്തിലോട്ട് എത്തിച്ചേരുമ്പോൾ അവിടെ വെച്ച് ഇത് കത്തിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ കത്തിപ്പോകുമ്പോൾ അവിടെ കുറച്ച് പൊടികളൊക്കെ വരൂലേ, ചാരം ഉണ്ടാവില്ലേ, ആ ചാരത്തിനെയാണ് ഇവിടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആഷ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആഷ് എന്ന് വെച്ചാൽ ചാരം പ്രൊഡ്യൂസ് ചെയ്യുന്നു ഡ്യൂറിങ് ബേണിംഗ് ഓഫ് മെറ്റിയോസ്. ഈ മെറ്റിയോസ് ബേൺ ചെയ്യുമ്പോൾ, കത്തുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാരങ്ങൾ. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് എഴുതാം? ബൈ ബ്രേക്കിംഗ് റോക്സ് ഉണ്ടല്ലോ, നമ്മുടെ പാറക്കഷ്ണങ്ങൾ നമ്മൾ ബ്രേക്ക് ചെയ്യുക, പൊട്ടിക്കുമ്പോൾ അവിടെ പൊടിപടലങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോൾ ബൈ ബ്രേക്കിംഗ് റോക്സ്, പാറകൾ പൊട്ടിക്കുന്നതിലൂടെ അങ്ങനെയും പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ എത്താറുണ്ട്. അപ്പോൾ ഇവിടെ എഴുതി ചേർക്കാനുള്ളത് ബൈ ബ്രേക്കിംഗ് റോക്സ്. ഇനി സി ഹൗ അറ്റ്മോസ്ഫിയർ ഹെൽപ്സ് ഇൻ ദ സർവൈവൽ ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നമ്മുടെ അറ്റ്മോസ്ഫിയർ എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു, അതാണ് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ് ആൻസർ? കോസസ് അറ്റ്മോസ്ഫെറിക് ഫിനോമിന, കാലാവസ്ഥാ പ്രതിഭാസം. അറ്റ്മോസ്ഫെറിക് ഫിനോമിന എന്ന് വെച്ചാൽ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു. കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്ന ആരാണ്? അറ്റ്മോസ്ഫിയർ ആണ്, അന്തരീക്ഷമാണ്. രണ്ടാമത്തത് പ്രൊട്ടക്ട്സ് ഫ്രം ഹാംഫുൾ സൺറൈസ്, നമ്മുടെ ഹാനികരമായ നമ്മുടെ സൺറൈസ് സൂര്യരശ്മികളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. ആര്? അറ്റ്മോസ്ഫിയർ. അപ്പോൾ 2 എണ്ണമായി. ഇനി ഒരെണ്ണം കൂടെ നമ്മളിവിടെ എഴുതി ചേർക്കണം. നമുക്ക് എന്താ എഴുതാം? പ്രൊവൈഡിങ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ. നമുക്ക് റെസ്പിറേഷന് വേണ്ടിയിട്ട്, ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നു, അതാണ് പ്രൊവൈഡിങ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ. അപ്പോൾ അത് മൂന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം. എന്താ ഇവിടെ നോക്ക്, റൈറ്റ് ഡൗൺ ഹൗ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ഹെൽപ്പ് ടു സസ്റ്റെയിൻ ലൈഫ് ഓൺ ദ എർത്ത്. ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ താഴെ പറയുന്ന ഓരോരോ ഘടകവും എങ്ങനെയെല്ലാം ഹെൽപ്പ് ചെയ്യുന്നു എന്ന് എഴുതാൻ. അപ്പോൾ ഒന്നാമത് അറ്റ്മോസ്ഫെറിക് എയർ, അന്തരീക്ഷ വായു. 2 വാട്ടർ പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിലെ വാട്ടർ പാർട്ടിക്കിൾസ്. 3 ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഇത് 3 എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് നമുക്കിവിടെ എഴുതി ചേർക്കണം. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് എഴുതി ചേർത്താലോ? ഒന്നാമത്തത് അറ്റ്മോസ്ഫെറിക് എയർ, അന്തരീക്ഷ വായു നമുക്ക് എങ്ങനെയെല്ലാം സഹായിക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ അറ്റ്മോസ്ഫെറിക് എയർ, ഓക്സിജൻ ദ ലൈഫ് ഗിവിംഗ് ഗ്യാസ് ഫോർ ഹ്യൂമൻസ് ആൻഡ് അതർ ലിവിങ് തിങ്സ്. ഓക്സിജൻ എന്ന് പറയുന്നത് ലൈഫ് ഗിവിങ്, ജീവൻ നൽകുന്ന ഒരു ഗ്യാസ് ആണ്. ആർക്കൊക്കെ? ഫോർ ഹ്യൂമൻസ് ആൻഡ് അതർ ലിവിങ് തിങ്സ്, മനുഷ്യർക്കും മറ്റു ജീവനുള്ള ജീവികൾക്കും ജീവവായു എന്ന് തന്നെ പറയാം അല്ലേ. ലൈഫ് ഗിവിങ് ഗ്യാസ് എന്ന് വെച്ചാൽ ജീവവായു, അതാണ് ആരെന്ന് പറയുന്നത്? ഓക്സിജൻ എന്ന് പറയുന്നത്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഹെൽപ്സ് ദ സർവൈവൽ ഓഫ് പ്ലാന്റ്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ. പിന്നെ പ്ലാന്റ്സിന് സർവൈവ് ചെയ്യാൻ, പ്ലാന്റ്സിന് നിലനിൽക്കാൻ ആവശ്യമായ ഗ്യാസാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കിട്ടുന്ന എവിടെ നിന്നാണ്? അറ്റ്മോസ്ഫിയറിൽ നിന്നാണ്. അപ്പോൾ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും നമുക്ക് ആവശ്യമുള്ള ഗ്യാസാണ്. ഇത് രണ്ടും കിട്ടുന്നത് അറ്റ്മോസ്ഫിയറിൽ നിന്നാണ്. ഇതാണ് നമുക്കിവിടെ എഴുതേണ്ട പോയിന്റ്. നെക്സ്റ്റ് നമുക്ക് വാട്ടർ പാർട്ടിക്കിൾസ് അറ്റ്മോസ്ഫിയറിലുള്ളത് അതെങ്ങനെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് എഴുതണം. പിന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയറിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് എഴുതാം. അപ്പോൾ നമുക്കത് നോക്കാം. വാട്ടർ പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, ഇറ്റ് കോസസ് ക്ലൗഡ് ഫോർമേഷൻ. ഇത് ക്ലൗഡിൻ്റെ ഫോർമേഷൻ, ക്ലൗഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മേഘങ്ങളുടെ ഫോർമേഷന് കാരണമാകുന്നു. ആര്? വാട്ടർ പാർട്ടിക്കിൾസ്. എവിടുത്തെ? അറ്റ്മോസ്ഫിയറിലെ. അടുത്തത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയറിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എങ്ങനെ സഹായിക്കുന്നു നോക്കാം. വാട്ടർ വേപ്പർ കണ്ടൻസേഴ്സ് അറൗണ്ട് ദ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ടു ഫോം ക്ലൗഡ്സ്. വളരെ ഫൈനായിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ ചുറ്റും എന്ത് ചെയ്യുന്നു? വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്യുന്നു. എവിടെ? അറ്റ്മോസ്ഫിയറിൽ. അപ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യുന്നു? ക്ലൗഡ്സ് ഫോം ചെയ്യുന്നു. ഓക്കെ ആണല്ലോ, നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതുകൊണ്ടാണ് കൂടുതലൊന്നും പറയാത്തത്. നെക്സ്റ്റ് നോക്കിയോളൂ. ഹാവിൻ യു അണ്ടർസ്റ്റുഡ് ഹൗ ഇമ്പോർട്ടൻറ്റ് ദ അറ്റ്മോസ്ഫിയർ ഈസ് ഫോർ ദ സർവൈവൽ ഓഫ് ഓൾ ലിവിങ് ബീങ്സ്? ഇമാജിൻ ദ സിറ്റുവേഷൻ വെൻ ദ അറ്റ്മോസ്ഫിയർ ഗെറ്റ്സ് പൊല്യൂട്ടഡ്. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയർ പൊല്യൂട്ട് ആവുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്?
പിന്നെ ഹൗ ഡസ് ദ അറ്റ്മോസ്ഫിയർ, എങ്ങനെയൊക്കെയാണ് അറ്റ്മോസ്ഫിയർ പൊല്യൂട്ട് ആവുന്നത്? വാട്ട് ഇസ് ദ ടേം യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ പൊല്യൂഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ? അറ്റ്മോസ്ഫിയർ പൊല്യൂട്ട് ആവുന്ന അവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ആൻസർ താഴെയുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. ദ മിക്സിംഗ് അപ്പ് ഓഫ് സ്മോക്ക്, toxic gases and other chemicals in the air that alters the composition of atmosphere is known as the atmospheric pollution. അതായത് ഈ സ്മോക്ക് എന്ന് വെച്ചാൽ പുക, ടോക്സിക് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ വിഷവാതകങ്ങൾ, പിന്നെ ആൻഡ് അതർ കെമിക്കൽസ്, മറ്റ് രാസപദാർത്ഥങ്ങൾ ഇൻ ദ എയറിലുള്ള ഈ മറ്റ് രാസപദാർത്ഥങ്ങൾ ഇതെല്ലാം കൂടി എന്ത് ചെയ്യുന്നു? മിക്സ് ആവുന്നു വെച്ചാൽ അത് ഒരു മിശ്രിതമാവുന്നു. ദാറ്റ് ഓൾട്ടേഴ്സ്, ഇത് ഓൾട്ടർ ചെയ്യുന്നു, ചേഞ്ച് വരുത്തുന്നു. എവിടെ? ദ കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിൻ്റെ കോമ്പോസിഷനിൽ, അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു കോമ്പോസിഷൻ ഉണ്ട്. എന്താണ് അറ്റ്മോസ്ഫിയറിൻ്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ 78% നൈട്രജൻ, 21% ഓക്സിജൻ, പിന്നെ ബാക്കി ഗ്യാസസ് എല്ലാം കൂടി 1%. അതാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്മോക്കും ടോക്സിക് ഗ്യാസസും കെമിക്കൽസും ഒക്കെ വന്നിട്ട് അറ്റ്മോസ്ഫിയറിൽ മിക്സ് ആവുന്നു ഇതെല്ലാം കൂടെ. അപ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ കോമ്പോസിഷനിൽ മാറ്റം വരുന്നു. ഓൾട്ടർ എന്ന് വെച്ചാൽ മാറ്റം വരുത്തുന്നു. അതിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫെറിക് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ദ മിക്സിംഗ് അപ്പ് ഓഫ്, മിക്സ് ചെയ്യുന്നു. ഏതൊക്കെയാ? സ്മോക്കും ടോക്സിക് ഗ്യാസസും അതർ കെമിക്കൽസ്, മറ്റ് കെമിക്കൽസും എവിടെ മിക്സ് ചെയ്യുന്നു? ഇൻ ദ എയറിൽ മിക്സ് ചെയ്യുന്നു. ദാറ്റ് ഓൾട്ടേഴ്സ്, ഇത് ചേഞ്ച് ആക്കുന്നു. എന്ത് ചേഞ്ച് ആക്കുന്നു? ദ കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിൻ്റെ കോമ്പോസിഷനെ ഇത് ചേഞ്ച് ആക്കുന്നു. ഇതിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫെറിക് പൊല്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അവിടെ കുറച്ച് ഫിഗേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വാട്ട് ആക്ടിവിറ്റീസ് കോസസ് അറ്റ്മോസ്ഫെറിക് പൊല്യൂഷൻ ഏതൊക്കെ ആക്ടിവിറ്റീസ് മൂലമാണ് നടക്കുന്നത്? ലിസ്റ്റ് ഔട്ട്, അതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഫിഗറാണ് ഈ മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഫിഗർ നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ ആൻസർ എഴുതണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് എഴുതിയാലോ? ഒന്നാമത്തെ നോക്കിയോളൂ. ബേണിംഗ് ഓഫ് പ്ലാസ്റ്റിക് നമ്മൾ കത്തിക്കുന്നത്. യൂസ് ഓഫ് ഫയർ വാക്സ്, പടക്കമൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കത്തിക്കുമ്പോൾ അതിൽ നിന്ന് പുകയൊക്കെ വരില്ലേ? ആ പുക അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്നാൽ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു. അടുത്ത സ്മോക്ക് ഫ്രം ഇൻഡസ്ട്രീസ്, വ്യവസായശാലകളിൽ നിന്നുള്ള പുക. ദെൻ ഇൻക്രീസിങ് നമ്പർ ഓഫ് വെഹിക്കിൾസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബേണിംഗ് ഓഫ് അഗ്രികൾച്ചർ ക്രോപ്പ് വേസ്റ്റ്, അതായത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വിളവെടുക്കും, അതിനുശേഷം അതിൽ നിന്ന് കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ അവശേഷിക്കൂലേ, അത് അവിടെ ഇട്ട് കത്തിക്കുന്നത്. ബേണിംഗ് ഓഫ് അഗ്രികൾച്ചർ ക്രോപ്പ് വേസ്റ്റ്, അഗ്രികൾച്ചർ ക്രോപ്പിൻ്റെ വേസ്റ്റ് ബേൺ ചെയ്യുന്നത്. അടുത്തത് വോൾക്കാനിക് ഇറപ്ഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് അറ്റ്മോസ്ഫെറിക് പൊല്യൂഷന് കാരണമാകുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അടുത്തത് വാട്ട് കോസസ് ആൻ ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് അറ്റ്മോസ്ഫെറിക് പൊല്യൂഷൻ ഇൻ ഇൻഡസ്ട്രിയൽ സിറ്റീസ്. ഈ വ്യവസായ നഗരങ്ങളുണ്ടല്ലോ, ഇൻഡസ്ട്രിയൽ സിറ്റീസിൽ അറ്റ്മോസ്ഫെറിക് പൊല്യൂഷൻ കൂടുതലാവാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ഈ പറഞ്ഞിട്ടുള്ളതാണ്. സ്മോക്ക് ഫ്രം ഇൻഡസ്ട്രീസ് വ്യവസായങ്ങളിൽ നിന്നുള്ള പുക. ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് വെഹിക്കിൾസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നത്. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുന്നത്. ടോക്സിക് ഗ്യാസസ് എമിറ്റഡ് ഫ്രം ദ ഫാക്ടറീസിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന വിഷവാതകങ്ങൾ. ഇതെല്ലാമാണ് ഇൻഡസ്ട്രിയൽ സിറ്റീസിൽ അറ്റ്മോസ്ഫെറിക് പൊല്യൂഷന് കാരണമാകുന്നത്. ഓക്കെ ആണല്ലോ? നമുക്കിനി ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാം കേട്ടോ.